വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 10. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കോണിക് ഗസ്റ്റ് റോൾസ്. നമ്മൾ കാറിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗസ്റ്റ് റോള്, ക്യാമിയോസ് അങ്ങനെ ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പറയണില്ല, നമുക്ക് ഓർമ്മയിലുള്ള അങ്ങനെ പറയണം തോന്നണം ഇഷ്ടമുള്ള ആക്ടേഴ്സിന്റെ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു ഹൈസ എന്നുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ എനിക്ക് ഫസ്റ്റ് തോന്നുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നരസിംഹത്തില് മമ്മൂക്ക് വന്നാണ്, നന്ദഗോപാൽമാരാറ്. അത് വെച്ചാല് ഐക്കോണിക് മറ്റേ ക്യാമിയോ അല്ലെങ്കിൽ ഗസ്റ്റ് റോൾ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ഫസ്റ്റ് അല്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും മൈൻഡിൽ വരുന്ന ഒരു സാധനമാണ്. കാരണം അവർ രണ്ടുപേരെയും ഒരു പടത്തിന് വെച്ചാൽ ലാലേട്ടൻ അത്ര സ്കോർ ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണത്. അപ്പൊ അതില് പെട്ടെന്ന് മമ്മൂക്ക പ്രതീക്ഷിക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല. ഇന്ന് പറഞ്ഞ ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ലീക്കായിട്ട് വരും. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക് ഉണ്ടോ ഇല്ലയോ അത് മാർക്കറ്റ് ചെയ്തിട്ടില്ല അവര്, അത് ഉണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ ഇതില് ആ സിനിമയിൽ വന്ന സമയത്ത് പെട്ടെന്ന് ഈ മറ്റേ ബുക്ക് ഉണ്ടല്ലോ, മറ്റേ മാഗസീൻ എടുത്ത് കാണിക്കാം, അപ്പൊ മറ്റേ ഒരു ബീജം വരും, അതിലാണ് ആളെ കാണിക്കണത്. അത് ഞാനൊരു ആക്ടർ പറഞ്ഞാണോ അതല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതെന്ന് എനിക്കറിയില്ല. അതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചാണ്, രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ അത് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ലാലേട്ടൻ സ്കോർ ചെയ്യണ പടമാണല്ലോ. അപ്പൊ ഇവിടെ ആര് രക്ഷിക്കാൻ വരും എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. അപ്പൊ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോഴും ഉണ്ടെന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാലേട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചിലൊരു മമ്മൂക്ക ഹിറ്റർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അതില്. അപ്പൊ പറഞ്ഞാൽ ചിലപ്പോ ലാലേട്ടൻ അത്ര സ്കോർ ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയില് മമ്മൂക്ക പറഞ്ഞാൽ ആൾക്കാർ കൂവും, നോർമലി കൂവും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനില് മമ്മൂക്കനെ കാണിച്ചിട്ട് മറ്റേ ഒരു ആക്ടർ ഇത് മറ്റേ ഹബീബ് പറഞ്ഞൊരു നരിയാണ് എന്ന് മമ്മൂക്കടെ എൻട്രി. അത് ശരിക്കും പറഞ്ഞ ആൾക്കാർ കൂവിട്ടുണ്ടെങ്കിൽ മറ്റേ അവരെ നിർത്തിക്കാനുള്ളതാണല്ലോ, മറ്റേ ഷൗട്ട് മറ്റേ നിർത്തരപ്പാളികൾ ആ സാധനമാണ്. എന്നിട്ട് ആ സീന് ഒന്ന് സ്കോർ ചെയ്തിട്ട് പിന്നെ അല്ല. പക്ഷെ ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും മമ്മൂക്ക വരുമ്പോണ്ടല്ലോ, അത് മമ്മൂക്കാടെ ഒരു സീക്വൻസ് ചാർജ് ആവണം മൊത്തത്തില്. അത് രസമാണ് ആ ഒരു സീക്വൻസ്. സിനിമ മൊത്തത്തിൽ രസമാണ്, അതുപോലും ആ ഒരു സീക്വൻസിന് പ്രത്യേക ഫാൻ ബേസ് ഉള്ള പരിപാടി. പിന്നെ മമ്മൂക്ക വന്നിട്ട് അവിടെ കോടതി സീക്വൻസിൽ അപ്പൊ അത് നല്ല രസമുണ്ട്. മറ്റേ ഐക്കോണിക് എന്നൊക്കെ പറയൂലേ, ഐക്കോണിക് നമ്മ ക്യാമിയോ എന്ന് പറയുമ്പോ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ആ സാധനം തന്നെ എനിക്ക് തോന്നുന്നു. മറ്റേ ആ കോടതി സീനില് സായി കുമാറിനാണെന്ന് തോന്നുന്നു ഇങ്ങനെ മറ്റേ തെളിവൊക്കെ ഇത് കൊടുത്തിന് മറ്റേ മാനിപ്പുലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് ആ സിനിമയുടെ അതിലെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് വിധി പറയണ സമയത്ത് നമുക്ക് അവിടെ ഇല്ല, നമുക്ക് പിന്നെ നിക്കുന്നത് ലാലേട്ടന്റെ ആ ഫ്രെയിമൊക്കെ ഇപ്പോഴും നമ്മ ആഗ്രഹിക്കുന്ന അതുപോലത്തെ ഒരു ഇവര് രണ്ടുപേരെ ഒരു ഫ്രെയിം നമുക്ക് കിട്ടണം. മറ്റേ ഹരികൃഷ്ണൻസിലൊക്കെ ഉള്ള പോലെ തിരിഞ്ഞു നടന്നോണ പോലത്തെ അതൊരു എനിക്ക് ഒരുമിച്ച് അഭിനയിച്ചാല് എപ്പോഴും എല്ലാവർക്കും ഓർമ്മയും ഭയങ്കര ഐക്കണിക് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ളത് ക്രിസ്ത്യൻ ബ്രദേഴ്സില് ശരത് കുമാർ, മറ്റേ എന്നിട്ടാണ് ആൻഡ്രൂസ്. പക്ഷെ അതുണ്ടല്ല പുള്ളിയുടെ അല്ലാണ്ടുള്ള എൻട്രി കണ്ടില്ല. പടം തുടങ്ങിയ ആള് മറ്റേ സുരേഷ് ഗോപിനെ കാണാൻ അങ്ങാണ്ട് എൻട്രി അങ്ങാണ്ട് വരുന്ന ആളുടെ. പക്ഷെ ആ സമയത്തൊന്നും ഇല്ലാത്തൊരു സാധനം എപ്പോഴും ക്ലൈമാക്സിൽ വരില്ലേ. അത് വെച്ചിട്ടല്ല ക്ലൈമാക്സില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുണ്ടതാ നമ്മ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ കാരണം പറഞ്ഞാല് അത് ശരിക്കും പറഞ്ഞൊരു 2020 പോലത്തെ ഒരു ടൈപ്പ്. കാരണം സുരേഷ് ഗോപി, ലാലേട്ടൻ, ദിലീപ്, പിന്നെ ജയറാമേട്ടനില്ല. പക്ഷെ ഈ ശരത് കുമാറിന്റെ കൂടെ എനിക്ക് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആപ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ സാധനം ഒരു മറ്റേ ഇതുപോലെ തന്നെ നരസിംഹ ഹെൽപ്പിംഗ് പരിപാടിയാണ്. പക്ഷെ ശരത് കുമാർ കാരണം എനിക്കൊന്നും അറിയോ മറ്റേ ഈ എല്ലാരും മറ്റേ സായി കുമാറിനെ വെടിയൊക്കെ വെച്ചിട്ട് തോക്കോണ വെടിയൊക്കെ വെച്ച് അവര് ഹോസ്പിറ്റലായിട്ട് ഇവിടെ ആരും ഇല്ല വീട്ടില്. അപ്പൊ മറ്റേ കാവ്യാനൊക്കെ പിടിച്ചിട്ട് പോകുമ്പോ നമ്മള് ആര് രക്ഷിക്കുന്നു പറഞ്ഞോടത്ത ആള് വന്നിട്ട് മറ്റേ ദിലീപിന് അടിയുള്ള എടുത്ത് മറ്റേ കറക്കി എറിയണ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സാധനം ഉണ്ട് ആളെ ബീജം അടിയുള്ളതാണ് അവിടത്തെ. അതാണ് പിന്നെ എനിക്ക് ഒരു ഓർമ്മ നിക്കണതും എപ്പൊ കണ്ടാലും കാണാൻ തോന്നുന്ന പടം.
അതൊരു വീട്ടിലെ സാധനം തന്നെയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാസ സാധനങ്ങളൊക്കെ ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ എനിക്ക് ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമിയോ ആണ്, ഒരു 1-2 സീനുള്ളൂ. മറ്റേ ആക്ഷൻ ഹീറോ വിജില് സുരാജ് വരണത്, അതെനിക്ക് തോന്നുന്നു ഇപ്പത്തെ സുരാജിന്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഒരു പെർഫോമർ. അതിനു മുമ്പ് ഒരാൾക്ക് ഭയങ്കര ഒരു കൊമേഡിയൻ ഇമേജ് ആയിരുന്നു. അതിനു മുമ്പ് മറ്റേ പേരറിയാത്തവരെന്ന് എന്തോ പറഞ്ഞിട്ടൊരു പടം നാഷണൽ അവാർഡ് കിട്ടിയ പടം, അതിനുശേഷമാണ് ഒന്ന് മാറി തുടങ്ങി. പക്ഷെ അപ്പോൾ ഈ മെയിൻ കൊമേഴ്ഷ്യൽ പടങ്ങളിലേക്ക് ഇങ്ങനത്തെ റോൾ ഇയാൾ മാറിയിട്ടില്ല. അതില് ഫസ്റ്റ് തന്നെ പറഞ്ഞ ആക്ഷൻ ഹീറോ വിജു, അത് പക്ഷെ നമ്മളെ കരയിപ്പിക്കും. അത് ഭയങ്കര ഇമോഷണൽ സാധനം. കാരണം പറയില്ലേ പറയുന്ന സാധനമല്ല, പുള്ളി അത് വന്ന് വരുമ്പോ ഓക്കെ സുരാജ് ഓക്കെ അങ്ങനത്തെ രീതിയിൽ നമ്മ കാണുന്നത്. പുള്ളി വന്ന് ഇത് പിന്നെ മറ്റേ നെയ്മോള് വിളിച്ചിട്ട് ഭാര്യം ഇതൊക്കെ വരില്ല. അപ്പൊ നീ പറഞ്ഞ സീൻ ആള് പറഞ്ഞ് ആളങ്ങട് നടന്നു പോയി. മറ്റേ എബ്രിഡ്ഷാൻ ഡയറക്ടർ ആള് പറഞ്ഞ സാധനം വെച്ച് കഴിഞ്ഞാല് ഇത് കഴിഞ്ഞിട്ട് ആള് നടന്നു പോണ ഒരു ഷോട്ട് ഉണ്ട്, മറ്റേ ഡോറിന്റെ ഒരു ഗ്ലാസിന്റെ ഇടയിൽ കൂടെ കാണിക്കുന്നത്. അത് ആ വിഷമത്തിൽ ആളിങ്ങനെ നടന്നു പോയി ഫ്രെയിമിൽ നിന്ന് ഔട്ട് ആവണ വരെ ആള് കട്ടുപിടിച്ചില്ല. കാരണം ആ ക്യാരക്ടറിന്റെ ഒരു ഇത് പിടിച്ചിട്ടുള്ള സാധനമായിരുന്നു. അത് നമ്മളെ കരയിപ്പിക്കും. ആള് ആ സീൻ ആളെടുത്ത് മൊത്തത്തില് ആ പടത്തില് എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഉള്ളിൽ നിൽക്കണ ഒരു സാധനം അത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാല് ഇതാണ് മറ്റേ പറവല് ദുൽഖർ. അത് എനിക്ക് തോന്നുന്നു ഗസ്റ്റ് റോൾ എക്സ്റ്റൻഡഡ് ക്യാമിയോ കുറച്ചേരുണ്ട്, ഒരു സെറ്റ് ഓഫ് ഫ്ലാഷ് ബാക്ക് മൊത്തം പുള്ളി ഉണ്ട്. പക്ഷെ ആളെ ഇൻട്രസ്റ്റാ, കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ റിവേഴ്സ് പോയിട്ടില്ലേ ചെയ്ത മറ്റേ ക്രിക്കറ്റ് കളിക്കണോടത്തുനിന്ന് മൊത്തം റിവേഴ്സ് പോയിട്ടാണ് ആളെ കാണിക്കണത്. അതെനിക്ക് തോന്നുന്നു സൗമ്യം പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ പടത്തിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായില്ല. പിന്നെ ഇങ്ങനത്തെ പരിപാടിയാണ് എന്ന് പറഞ്ഞ ദുൽഖർ വന്നപ്പോ കുറച്ചുകൂടി ക്യാരക്ടർ കുറച്ചുകൂടി വലുതാവണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിൽ വന്ന് എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയ സാധനം. പക്ഷെ അതും ശരിക്കും പറഞ്ഞൊരു ലാസ്റ്റ് കരച്ചിൽ വരുന്ന ഒരു സാധനമാണ്. കാരണം അതില് മറ്റേ സാധനമുണ്ട്, മറ്റേ പോലീസുകാരൻ വന്നിട്ട് മറ്റേ പോയി എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അതുപോലെ സിദ്ദീഖ് വന്നിട്ട് ഇവരൊക്കെ കുത്തണ സമയത്ത് പറഞ്ഞല്ലടാ സോൾവ് അങ്ങനത്തെ പുള്ളി എനിക്ക് തോന്നുന്നു. പക്ഷെ ദുൽഖർ ചെയ്തതിലും കുറച്ച് മാറി എന്നുള്ള സാധനം ഉണ്ടല്ലോ കമ്മട്ടിപ്പാടം. ആ പടം വെച്ചാലേ ആ പടം സോളോ ഏകദേശം എടുത്തെടുത്ത് റിലീസ് അല്ല. പറവ ഒരു ഇത് നമ്മ സോളോ നമ്മ വെയിറ്റ് ചെയ്യണം. കാരണം മറ്റേ 4 ഗെറ്റപ്പ് ഒരു സിനിമ 4 ഗെറ്റപ്പ്. അപ്പൊ അറിയില്ലായിരുന്നു. അപ്പൊ നമ്മ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് തിയേറ്ററിൽ ഈ പടം മിസ് ചെയ്ത് സോളോ കണ്ട്. പക്ഷെ തിരിച്ചായിരുന്നു കാരണം അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആ സമയങ്ങളില് ദുൽഖർ വേറെ. എനിക്ക് തോന്നുന്നു ഇതും കമ്മട്ടിപ്പാടൊക്കെയാണ് ആളുടെ മാറി നിൽക്കണ ഭയങ്കര ഒരു ഇതുള്ള പടങ്ങള്. അതിപ്പോഴും ആൾക്കാർക്ക് പിന്നെ ഒറ്റ പ്രാവശ്യം കാണാം ദുൽഖറിന്റെ പേര് വിളിക്കുന്നത്. അതും ഇമ്രാൻ പേര്. പക്ഷെ മറ്റേ സാധനമാണ് ഇങ്ങനെ ആളുടെ ആയിട്ട് പേരെടുത്ത് വിളിക്കൂല. പിന്നെ ക്യാപ്റ്റനിക്കാന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ ആളെ എന്താ വെച്ച് കഴിഞ്ഞാല് പടം ഇങ്ങനെ ത്രൂ ഔട്ട് പോകുമ്പോഴും പുള്ളിയുടെ ഒരു സാധനം പുള്ളി റെഡി ആ ഒരു ആക്ടിങ് രീതിയിൽ പുള്ളി ഇന്ദ്രൻ ചേട്ടനെ ആണ്ടാണ് ഇമ്രാനെ വിളിക്കണം. ചോറ് കഴിച്ചോന്നോ ചോദിച്ചു. പിന്നെ എല്ലാരും വീട്ടിലും ആൾക്കൊരു സാധനം നമ്മളിപ്പോ വീടിന്റെ അടുത്തുള്ളാണെങ്കിലും നമുക്ക് തലമൂത്ത ഒരാളുണ്ടാവും. മറ്റേ പാട്ടില്ലേ, പാട്ടില് ലാസ്റ്റ് ഷൈനികം മറ്റേ പേരിനോട് പേര് ചോദിക്കുമ്പോ പേര് പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പോ ദുൽഖറിന്റെ ഒരു ചിരി നല്ല രസമാണ്. പിന്നെ മറ്റേ സാധനമില്ല ഇവർക്ക് ഇഷ്ടം എന്നുള്ളത് തിരിച്ചറിയില്ല. അപ്പൊ മറ്റേ നല്ലൊരു എത്തിമുട്ടിയാണ് വന്നി ആ സാധനം ഉണ്ടല്ലോ, അത് ഒരു ദുൽഖറിന്റെ വേറെ സാധനം. പിന്നെ ഉള്ളൊരു സാധനം എന്ന് പറഞ്ഞാല് എനിക്ക് അത് കുറച്ചിങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ ഇത്തിക്കര പക്കി കായംകൊച്ചുണ്ണില് ലാലട്ടൻ വന്ന് അതിങ്ങോട്ട് പടം വരാൻ മുമ്പ് ലാലട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അപ്പത്തേക്കും എല്ലാവരും അത് നല്ല നല്ല ക്യാരക്ടറാണ്. പൊതുവെ ഒരു എന്തുട്ടാണ് ചരിത്രപരമായിട്ടുള്ള വേഷങ്ങൾ ലാലേട്ടന് എനിക്ക് മറ്റേ പണ്ട് ചെയ്തതിലുള്ളൂ. മറ്റേ പടയോട്ടം പടത്തിലും പിന്നെ അങ്ങനെ പിന്നെ പുള്ളി ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ഇതിന്ന് ആള് അങ്ങനത്തെ ഒരു സാധനം പിടിച്ച് ആൾക്ക് പറ്റിയ ക്യാരക്ടർ ആയിരുന്നു. ഫിഗർ വൈസ് ആണെങ്കിലും എനിക്ക് മറ്റേ ഒടിയനൊക്കെ മുമ്പുള്ള അങ്ങനെ വലിയ മാസമായിട്ടൊന്നും കാണിക്കുകയില്ല. എന്നാലോ ലാലട്ടൻ വരുമ്പോ ഒരു ഓറ ഉണ്ടല്ലോ, അത് ആള് വന്ന് നിന്നാ മതി. അത് മറ്റേ ഈ റോഷൻ ആൻഡേഴ്സൺ പടത്തിനായിട്ടോ. അപ്പൊ പുള്ളി
ഈ സാധനം ആന്റണി പെരുമാറിന്റെ നരേറ്റ് തന്നു പറഞ്ഞാ മറ്റേ നീമ്പോളിനെ കെട്ടി തൂക്കിയിട്ടേക്കണ രക്ഷിക്കാൻ വരണല്ല ഇങ്ങനെ വന്നു മറ്റേ ഇങ്ങനെ അടിച്ചിട്ട് അവിടെ വരെ പറഞ്ഞുള്ളൂ ഒന്ന് ആന്റണി പെരുമാറിന്റെ അടുത്ത്. അപ്പൊ മറ്റേ അണ്ണ ഇത് മതി അത് മതി ആ സീൻ മാത്രം മതി. അപ്പൊ അതൊരു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈറ്റ് സീക്വൻസും പിന്നെ അല്ലാണ്ട് രക്ഷിക്കണ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ ആള് പോവും. പക്ഷെ ശരിക്കും പറഞ്ഞാ മറ്റേ എന്താ പറഞ്ഞ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നോക്കി ഇവര് തമ്മി കണക്ഷൻ ഇല്ല ശരിക്കും പറഞ്ഞ. അങ്ങനെ എന്തോ വെച്ചാ ഒറിജിനലായിട്ട് ക്രോസ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. രണ്ടായിട്ട് നിൽക്കുന്ന സാധനം തോന്നുന്നു. അറിയില്ല. പക്ഷെ അപ്പൊ അത് പക്ഷെ പടത്തി വന്നപ്പോ അതൊരു ഹൈ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് ഒറിജിനൽ ചരിത്രം അല്ല, വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് പടത്തിന് വേണ്ടിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ. സിനിമ അങ്ങനെയാണ് ചരിത്രം പോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതില്ല മറ്റേ സക്സസ് പരിപാടി ചിലപ്പോ കിട്ടണമെന്നില്ല. പിന്നെ അടുത്തത് വെള്ളിമൂങ്ങ ആസിഫ് അലി പടം മൊത്തത്തിൽ അത് വെച്ചാല് പുള്ളി വരുമ്പോ മറ്റൊരു സാധനമാണ് ബിജുമേനോന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സാധനം. പക്ഷെ മറ്റേ സാധനല്ല മറ്റേ ലാസ്റ്റ് ഒരു മറ്റേ ഓപ്പൺ ജിപ്പ് കൊണ്ട് നിർത്തിട്ട് അപ്പൊ കല്യാണം കഴിഞ്ഞ് സത്യാഗ്രഹം അണിമൂന്നല്ല സത്യപ്രതിജ്ഞ എന്റെ പൊന്ന് പെങ്ങളെ ഞാൻ അത് രസമാണ്. അതില് ഫസ്റ്റത്തെ എൻട്രി നല്ല രസമാണ്. മറ്റേ ലുക്കാണെങ്കിൽ രസമുണ്ട്. മറ്റേ പറ്റൊക്കെ വെട്ടിട്ട് അത് ആസിഫിലിനെ അങ്ങനെ കാണിച്ചാലും അടിപൊളിയാ. അത് രസമുണ്ട്. അത് പക്ഷെ ക്യാരക്ടർ വല്ലാണ്ട് എടുത്ത് പറഞ്ഞു. പക്ഷെ ആളുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ അത് നൈസാ. പിന്നെ ആ സിനിമയിലും മൊത്തത്തില് എല്ലാവരും ബിജു മേനോന്റെ നായകൻ വേസ്തി വന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് വെള്ളിമൂങ്ങയാണ്. അതൊരു പിള്ളേരുടെ ഇടയിലും ട്രെൻഡിങ് ഭയങ്കര മുതിർന്നവർക്കും ഇഷ്ടമായിട്ടുള്ള. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മുമ്പാള് നായകനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോ ആള് ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് റോളിക്ക് പോയി. അവിടെ നിന്നൊരു നായകനായിട്ട് കേറിയ പടണം വെള്ളിമൂങ്ങ. ചിരിക്കണ സാധനം രസ. അപ്പൊ അതുണ്ട്. പിന്നെ മറ്റേ പെണ്ണാളെ മറ്റേതല്ലേ അപ്പൊ ഈ പറയുന്നത് ഞാൻ തന്നെ അടിപൊളി അതല്ലേ പുറത്തേക്ക് ഓടിക്കൂലേ ഇതിലേ മാത്രമല്ലോ. അപ്പൊ പറയേ അച്ഛപ്പ അയാളെടുത്ത് എറിഞ്ഞില്ലേ പുറത്തേക്ക്. അത് രസമാണ്. പിന്നെ ആൻമരിയ കലിപ്പിലാണെന്ന് പറഞ്ഞ ദുൽഖർ മറ്റേ ഏഞ്ചലായിട്ട് അത് ആ സിനിമ വരില്ലേ. ആ സിനിമ ഒരു മിഥുൻ മേനോൻ തോമസിന്റെ പക്ഷെ ആള് ചെയ്തതിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ ഫേവറേറ്റ് സിനിമയാണ്. ഇപ്പൊ ആടാണെങ്കിൽ പോലും ആട് വേറൊരു ടൈപ്പ് ഓഫ് പടമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സണ്ണി വെയിനാണ് അതില് ഹീറോ ആയിട്ട് വരുന്നത്. കാരണം സണ്ണി വെയിനെ വെച്ചൊക്കെ അങ്ങനത്തെ ഒരു പടം നമ്മളപ്പ ചിന്തിച്ചിട്ടില്ല. കാരണം സണ്ണിയെ നമുക്ക് കണ്ടുവരില്ലെന്ന് പറഞ്ഞ സെക്കൻഡ് ഷോ അവിടെ തൊട്ട് അപ്പോഴും ആളങ്ങനെ വലിയ നായകനായിട്ടുള്ള വന്നേക്കുന്ന സിനിമകൾ അങ്ങനെ വലിയ ഇതായിട്ടില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ഇതിലൊക്കെ തോന്നുന്നു കൂതറയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആയിട്ടാണ് വരണത്. പക്ഷെ അങ്ങനെ വന്നിട്ട് അതില് ഇവന്റെ രസമാണ്. നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് ആ സ്റ്റോറി. അതായത് ഫീൽ ഗുഡ് ആണ് പരിപാടി. നന്നാവും. മറ്റേ നമ്മള് സത്യനന്ദിക്കാരന്റെ പടത്തിലൊക്കെ ഉള്ള പോലെ ചെറുപ്പക്കാരൻ തല്ലിപ്പുളിയായിട്ട് സിദ്ദീഖിന്റെ റോള് സിദ്ദീഖിന്റെ എനിക്ക് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റോളാണ്. മറ്റേതല്ലേ മറ്റേ എന്നിട്ട് ഫോണില്ല വേണമെന്ന് പറയില്ലേ. അപ്പൊ ഫോണ് ലാസ്റ്റ് മറ്റേ ഈ കഥ പറഞ്ഞു കൊടുക്കും. എനിക്ക് വിളിക്കാനുള്ള അഞ്ചടിപ്പൊക്കള് അത് രസമാണ്. എഴുതാൻ വാടക കൂടാതെ മലയാളത്തിൽ എഴുതാനും അറിയാം. അത് വേറെ സാധനം മറ്റേ ഇയാളില്ലേ പോലീസുകാരനല്ലേ പറ്റി ജീവിക്കുന്ന അപ്പൊ അങ്ങനത്തെ കുറെ സെറ്റ് ഓഫ് നമുക്ക് കോമഡി ഉണ്ട്. നമുക്ക് രസമാണ്. ഇപ്പൊ അജു വർഗീസിന്റെ സണ്ണി കോംബോ പിന്നെ അതിനുശേഷം നന്നായിട്ടുള്ള കാര്യങ്ങള് എനിക്ക് തോന്നുന്നു ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പടമാണ്. കാരണം അത് പുള്ളി മറ്റേ ആട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു അലമാര പിന്നെ അതിന്റെ ഇടയിൽ അത് പടം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പടം വരണത്. അപ്പൊ എന്നിട്ടാണ് ആള് ആട് ടൂക്കിയൊക്കെ പോണം. അപ്പൊ അതിന്റെ ഇടയിൽ ആൾക്കൊരു ബെസ്റ്റ് പടം അതില് ഏഞ്ചലിന് ഇവരെങ്ങനെ കാണിക്കൂ ആരാണ് ഏഞ്ചല്. അപ്പൊ നമ്മ വിചാരിക്കാൻ തൊട്ട് മറ്റേ ബിജുക്കുട്ടനെ കൊണ്ടുവരാ അങ്ങനത്തെ. അപ്പൊ അവിടുന്ന് ഒരു സിമ്പിൾ ആയിട്ട് എന്താ പറയാ മറ്റേ ആള് മറ്റേ കുട്ടിയൊക്കെ ഇട്ടിട്ട് ഒരു ന്യൂജൻ ഏഞ്ചല്
പക്ഷെ അതില് നല്ല രസമാണ്. ആളെ പ്രസന്റ് ചെയ്തേക്കണ നല്ല രസമാണ്. സംഭവം പറഞ്ഞാൽ മറ്റേ ആള് ലാസ്റ്റിന് പറയുന്നുണ്ട് ആളെ ഇഞ്ചലല്ല എന്നുള്ള സാധനം ഉണ്ട്. പക്ഷെ ആ കൊച്ചിന് അങ്ങനെ ഒരു സാധനം അവിടെ ആവശ്യമായിരുന്നു കഥയില്. പക്ഷെ അത് ദുൽഖർ ഭയങ്കര വിശ്വസിക്കാൻ പറ്റും പെട്ടെന്ന്. ചിലപ്പോ എനിക്ക് തോന്നുന്നു അവിടെ വേറൊരു ക്യാരക്ടറാണ്, വേറെ ആക്ടർ വന്നിട്ടുണ്ടാവില്ല. അത് മറ്റേ സണ്ണി വെയിന് ആയിട്ട് നല്ല ക്ലോസ് ആണല്ലോ ദുൽഖർ. അപ്പൊ പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ, താനാരാ ഞാനാണല്ലോ ഇത് മൊത്തത്തില് തന്നെ കണ്ടറിയാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന രസമുണ്ട്. ലാസ്റ്റ് ദുൽഖറെ കാണിക്കണ ഒരാള് മാറിയിട്ട് അതിന്റെ ഇടയിൽ സർപ്രൈസ് അത് നല്ല രസമാണ്. അല്ല ആ പടം ടോട്ടലി റിപ്പീറ്റ് കാണാനും തോന്നുന്ന ഒരു പടം. ദുൽഖറിന്റെ നരേഷനൊക്കെ രസം. ഞാൻ ഒരു ഏഞ്ചലാണെന്നാണ് ഇവര് വിചാരിച്ചേക്കുന്നത്. മറ്റേ ഈ ആൻമരി ചിലപ്പോ മറ്റേ എന്തെങ്കിലും സ്പോർട്സിൽ എന്തെങ്കിലും ആവുമായിരിക്കും, ഇല്ലായിരിക്കും. പക്ഷെ ആ ഒരു സാധനം ഉണ്ടല്ലോ എന്താ പറയാ, പക്ഷെ ആ കുട്ടി പറയണ മറ്റേ സാധനം എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ പ്രശ്നം ശരിക്കും പറയണത് അത് സോൾവ് ആവും. അങ്ങനെ മൊത്തത്തിലൊരു സാധനം ഉണ്ട് ആ പടത്തില്. അത് അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള പടം. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാല് അങ്ങനെ ഗസ്റ്റ് റോള് പിന്നെ ഉണ്ട് മറ്റേ പ്രിയനോട്ടത്തില് ചെറിയൊരു. പക്ഷെ എനിക്ക് തോന്നിച്ചാലേ മമ്മൂക്കാട് അങ്ങനെ സാധനങ്ങൾ തോന്നി വെച്ചാൽ പുള്ളി അങ്ങനത്തെ ആണെങ്കിലും ചെയ്യും. പ്രിയനോട്ടത്തിൽ വെച്ചാല് എനിക്ക് ഭയങ്കര എന്റെ ലൈഫില് കുറച്ചുകൂടി കണക്ട് ആയിട്ടുള്ള സിനിമയാണ്. എനിക്കറിയാൻ പറ്റും. വെച്ചാല് നമ്മ എന്തെങ്കിലും ഡിസ്കഷൻ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഫോൺ വരും. അതിലെ എവിടെയാണ് പോണം, ശരി ഞാൻ പോരാ, അത് കഴിഞ്ഞ അടുത്ത ആള് വിളിക്കും. അപ്പൊ ആലോചിക്കും. അപ്പൊ അങ്ങനത്തെ അപ്പൊ അതിലെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി തൊട്ടാണ് ഇങ്ങനെ ഇവര് മമ്മൂട്ടിനെ വേണം, ലാസ്റ്റ് എന്നിട്ട് ഒരു പത്രം വായിക്കണം എന്തോ എയർപോർട്ടിൽ എന്നിട്ട് ജോർജ് മാറ്റിട്ട് ജോർജ്. അപ്പൊ അത് എന്നിട്ട് ട്രോളി ബാഗ് പിടിച്ച് പോകുന്ന ഷോട്ട് ഉണ്ട്, നല്ല രസമാണ്. അല്ല ഞാൻ വെച്ചാലേ സാധാരണ പടത്തില് നമ്മളിപ്പോ ഒരു പടത്തിൽ മെൻഷൻ ചെയ്യുമ്പോ നമ്മളൊരു പടത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ മമ്മൂക്കുണ്ട് അല്ലെങ്കിൽ മമ്മൂക്കാനെ കുറിച്ച് പറയുന്നു, അങ്ങനെ പറഞ്ഞേ പോളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരിങ്ങനെ പറഞ്ഞു പോണു, മമ്മൂക്കാനെ കാണിക്കില്ല, ലാസ്റ്റ് കാണിച്ച് അതൊക്കെ രസം ഉണ്ടല്ലോ. ഒന്നുമില്ല, വലിയ സംഭവമൊന്നുമില്ല, ആളെ കാണിച്ചു അത്രേ ഉള്ളൂ. അതുപോലത്തെ ഒരു സാധനം തന്നെയാണ് മറ്റേ ക്യാപ്റ്റനിലും സിമ്പിൾ ആയിട്ട് വന്നിട്ട് പോയി. അത് നല്ല രസമാണ്. അത് മറ്റേ അതിലെ ഡയലോഗ് മറ്റേ 10+2 വരെ റിസൾട്ട് അറിയുമ്പോ ആ സാധനമാണ്. അപ്പൊ ഒരു മോട്ടിവേഷണൽ സാധനമാണ്. അതുപോലെ പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാല് ഇതുണ്ടല്ല 2020 എല്ലാരും ഉണ്ട്. പക്ഷെ ഉണ്ടല്ല എല്ലാരെ കാണിച്ചിട്ടില്ലേ പ്രതീക്ഷിക്കാതെ ശ്രീനിവാസം വരും. അതെനിക്ക് വിഷയമല്ല. അത് മാത്രല്ല വെച്ചാല് ബാക്കിയുള്ളവരൊക്കെ ഒരു എന്താ വെച്ചാല് ഒരു മാസാണ്. ഇപ്പൊ സുരേഷ് ഗോപിനാണെങ്കിലും മറ്റേ ഡയലോഗ് അങ്ങനത്തെ ഒരു എൻട്രി, അത് കഴിഞ്ഞിട്ട് മമ്മൂക്കാനാണെങ്കിലും അങ്ങനത്തെ എൻട്രി, ലാലട്ടനൊരു ഡൗൺ എൻട്രി ആണെങ്കിലും പിന്നെ മറ്റേ കോർട്ടില് കേറ്റൊക്കെ വെച്ചിട്ട് മറ്റേ വരുന്നുണ്ട് മറ്റേ ആ സാധനമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ എല്ലാരും കാണിച്ചു, ഓൾമോസ്റ്റ് ജയറാമിനെ എല്ലാരും കാണിച്ചു, ഒരു സംഘടനയിലുള്ള എല്ലാരും കാണിച്ചു. എന്നിട്ടാണ് മണ്ണിനാണെങ്കിൽ പോലും മണ്ണിനാണെങ്കിൽ പോലും ഒരു ഗുണ്ടാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ എൻട്രി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ നമുക്ക് തോന്നൂല ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ തോന്നുമ്പോ മറ്റേ സാധനല്ലേ ഈ നീ പറഞ്ഞല്ലോ മറ്റേ പ്രിനോട്ടത്തില് മറ്റേ ഇത് മാറ്റൂലേ, അതുപോലെ ഒരാള് മാറിക്കഴിയുമ്പോ ശ്രീനിവാസനെ കാണിക്കും. പക്ഷെ ആളുടെ ഡയലോഗിന്റെ കാരണം എന്ന് പറയും പുള്ളി ഡയറക്ട് ചെയ്തിട്ടും പുള്ളി സ്ക്രിപ്റ്റ് ചെയ്ത് അഭിനയിച്ചുള്ള പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന്റെ കഥ പറഞ്ഞ സിനിമകളാണ്. അപ്പൊ അതില് പറഞ്ഞ പോലത്തെ സാധനമില്ലേ എന്ന് വെച്ചാല് പച്ചക്കറിക്ക് ഇത്ര രൂപ, പെട്രോളിന് 56 എന്നൊക്കെ പറഞ്ഞ സാധനം പൈസ മേടിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞ സാധനം. അങ്ങനെയാണ് ആള് പ്രസന്റ് ചെയ്തത്. എന്നിട്ട് മറ്റേ ലാലട്ടന്റെ വേലം കഴിച്ച് രക്ഷപ്പെടുത്തി വിടും. അത് പോട്ടേക്ക് നോക്കും. അപ്പൊ ആ ഒരു സാധനം അതെനിക്ക് ഭയങ്കര ഒരു രസമായിട്ടുള്ള സാധനമാണ്. അത് ചില എന്റെ അടുത്ത് എന്റെ ഫ്രണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പടം മൊത്തം കണ്ടിട്ടേ ഇടയ്ക്ക് ടിവിയിലൊക്കെ ഒരു കാണില്ല 2020 ശ്രീനിവാസനോട് അപ്പൊ പറഞ്ഞു ആളല്ലേ ലാലട്ടനെ രക്ഷപ്പെടുത്തി വിടണേ, അങ്ങനത്തെ സാധനം. അത് ആണ് എനിക്കും ഒരു തോന്നണ അങ്ങനത്തെ ഒരു മൊത്തം പടത്തിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം. അങ്ങനെയാണ് ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളുടെ മനസ്സിൽ. പിന്നെയുണ്ട് തമിഴ്നാട്ടിൽ പോയാല് ഇപ്പൊ ജയിലർ തന്നെ ലാലട്ടൻ ഇവിടെ ആ സമയത്ത് കിട്ടേണ്ട ഒരു ഫാൻ ബോയ് പോലത്തെ ഒരു പരിപാടിയാണ് ആള് ചെയ്തത്. ഒന്നാമത് ആ സമയത്ത് തന്നെ ലാലട്ടൻ ഒന്ന് ഡൗൺ ആയി നിക്ക, ഹിറ്റ് കുറച്ച് ഇവിടത്തെ ഫാൻ ബോയ് പോലും ലാലട്ടൻ അങ്ങനെ ചെയ്യൂല, അത്ര സ്റ്റൈലിഷ് ആയിട്ട് അത് രസമായിട്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഉണ്ട്. അപ്പൊ
പിന്നെ പറയാൻ തുടങ്ങി മറ്റേ ഇൻഡസ്ട്രിയിൽ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ സാധനമില്ലേ ഇപ്പൊ വിക്രമി തന്നെ റോളക്സ് അത് വെച്ചാ അത്ര 5 മിനിറ്റ് കൊണ്ട് ആളെടുത്തോണ്ട് പോയി. പിന്നെ മലയാളം ആണ് ഫോക്കസ് ചെയ്തത്. മറ്റേ ഓവറോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംമാതിരി കഷ്ടങ്ങളുണ്ട്. സിമ്പിൾ ആയിട്ട് വരുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ജയിലർ 2 ഷാറുഖ് ഖാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയും ചിലപ്പോ മലയാളത്തിൽ തന്നെ ഇനിയും ഉണ്ടാവും. പക്ഷെ നമുക്കിപ്പോ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഭയങ്കര പണ്ടത്തെ സിനിമകളല്ല, ഒരു മിഡിലുള്ള സിനിമകളാണ് എടുത്തിട്ടുള്ളത്. ഒരു എനിക്ക് തോന്നുന്നു 2005 തൊട്ട് ഒരു 16 അല്ലെങ്കിൽ 20 താഴെയുള്ള സിനിമകൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഓർമ്മ വരുന്നതാണ്. കാരണം പുതിയ വന്ന സിനിമകളിൽ കുറെ പേർക്ക് പറയാനുണ്ടാവും. സർവ്വസാധാരണ മുമ്പ് എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കര. ഖലീഫയിലുണ്ട്. ഖലീഫ ഞാൻ ഒന്നാമത് ഞാൻ വെയിറ്റിംഗ് ചെയ്യുന്ന സിനിമയാണ്. കാരണം പൃഥ്വിരാജിന്റെ അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിലുണ്ട് പറഞ്ഞ ഇപ്പൊന്ന് പറഞ്ഞാ ക്യാമിയോ സർവ്വസാധാരണ. കാരണം പറഞ്ഞാൽ മുമ്പെന്ന് പറഞ്ഞാല് നമുക്കറിയാൻ സോഴ്സ് കുറവാ. പാട്രിയോട്ടില് ക്യാമിയോ എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പ്രാധാന്യമുള്ള ക്യാരക്ടർ ആവാം. കാരണം നമുക്കറിയാവുന്നത് ഓഡിയൻസിന് കമന്റ് ചെയ്യാ ഇഷ്ടമുള്ള ക്യാമറസ് ഒക്കെ കമന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ചിലപ്പോ നമ്മ വിട്ടുപോയതാകാം, നമ്മളെ മൈൻഡിൽ ചിലപ്പോ പെട്ടെന്ന് ഓർമ്മ വരാത്തതാവാം ആയിരിക്കും. നമ്മ ഇപ്പൊ കുറെ സിനിമകളുണ്ടാവും, അപ്പൊ അധികം നമുക്ക് പിക്ക് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും ഓർമ്മ വരാത്തോണ്ട്. അപ്പൊ നമുക്കിത് മനസ്സിലുള്ളതും പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗസ്റ്റോളൊക്കെ നമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്ന് അതേത് ഭാഷയിൽ നിന്നും ആവാം, അങ്ങനത്തെ സാധനങ്ങളും ആവാം, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെയുള്ള നമ്മ പറയാത്തതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. അപ്പൊ അടുത്തൊരു പോഡ്കാസ്റ്റിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.